My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ സീരീസിൻ്റെ 77ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ട്യൂബർകുലിനം എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. All know what a marked feature emaciation is in persons who are going into phthisis. ക്ഷയരോഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയിൽ ശരീരം ശോഷിക്കൽ എന്നുള്ളത് എത്രമാത്രം പ്രധാനപ്പെട്ട ലക്ഷണമാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം എന്നുള്ള കാര്യം പറയുന്നത്. ക്ഷയരോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. വല്ലാതെ ശോഷിച്ച് ചുമച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗി എന്നൊരു വളർച്ചയൊക്കെ ബാധിച്ച രോഗി എന്നതല്ല. The emaciation often begins before there is any sign of phthisis, gradually losing flesh. അപ്പോൾ ക്ഷയത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ലാബറട്ടറി പരിശോധനകളിലൂടെ അതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ശോഷിക്കൽ എന്നുള്ളൊരു ലക്ഷണം രോഗിയിൽ ഉണ്ടാകാം. A gradually growing weakness, a gradually increasing fatigue, ക്ഷീണം വല്ലാതെ തളർന്നു പോകുന്നൊരവസ്ഥ ക്രമേണ വർദ്ധിച്ചു വരുന്നു. ദിസ് ഇസ് എ പ്രൊമിനൻറ്റ് പ്ലേസ് ഫോർ ട്യൂബർകുലിനം ഇഫ് ദ സിംറ്റംസ് എഗ്രി. അപ്പോൾ ഇതാണ് ലക്ഷണങ്ങൾ യോജിക്കുകയാണെങ്കിൽ, ജനറൽ കണ്ടീഷൻസ് യോജിക്കുകയാണെങ്കിൽ ട്യൂബർകുലിനം കൊടുക്കാൻ സാധിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു അവസ്ഥ ഇതാണ്. കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്: കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൂൾ ലാർജ് ആൻഡ് ഹാർഡ്, ദെൻ ഡയറിയ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ലാർജ് ഹാർഡ് സ്റ്റൂൾസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ പിന്നാലെ ഡയറിയ വരും. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുന്നൊരു അവസ്ഥയാണ്. ഇച്ചിങ് ഓഫ് ദ ഈനസ്, സഡൻ ഡയറിയ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് നോസിയ. നമ്മൾ സൾഫറിലൊരു ഡയറിയയെ കുറിച്ച് കണ്ടു നേരത്തെ. ഇതവിടെ അങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുൻപ്, കുറച്ചൊരു വൈകിട്ടാണ്, ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുമ്പ് ഡയറിയ, അതിനോടൊപ്പം ഓക്കാനം വരുന്നു. ഇറ്റ് ഈസ് എ കോമൺ ഫീച്ചർ ഓഫ് സൾഫർ ടു ബി ഡ്രോൺ ഔട്ട് ഓഫ് ബെഡ് ഇൻ ദ മോർണിംഗ് ബൈ എ ഡയറിയ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു സമയത്ത്, ആ പുലർച്ചെ സമയത്ത് വയറിളക്കം വരിക സൾഫറിൻ്റെ ഒരു വളരെ ശ്രദ്ധേയമായൊരു ലക്ഷണമാണ്. മോർണിംഗ് ഡയറിയ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി കോമൺ ഫീച്ചർ ഇൻ കേസ് ഓഫ് തൈസിസ് ആൻഡ് പേഷ്യൻസ് ഗോയിങ് ഇൻ ടു തൈസിസ്. അത് ക്ഷയരോഗാവസ്ഥയിൽ, ക്ഷയരോഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗികളിൽ ഇതൊരു പ്രൊമിനൻറ്റ് സിംറ്റമാണ്. ഇൻ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് തൈസിസ്, ഡ്രിവൻ ഔട്ട് ഓഫ് ബെഡ് വിത്ത് ഡയറിയ ഓർ ഡയറിയ വേഴ്സ് ഇൻ ദ മോർണിംഗ് ദാൻ അറ്റ് എനി അതർ ടൈം ഇൻ ദ 24 hours. ക്ഷയത്തിൻ്റെ കുറച്ച് മൂർച്ഛിച്ച അവസ്ഥയിൽ ഈ ഒരു മോർണിംഗ് ഡയറിയ വളരെ പ്രധാനപ്പെട്ടതാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് ആൾ ഓടേണ്ടി വരും. അങ്ങനത്തെ ഒരു ഡയറിയ ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ മറ്റേ സമയത്തും ഡയറി ഉണ്ടാകാം, പക്ഷേ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നത് ഈ അതിരാവിലെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് എന്നുള്ളതാണ്. അത് ക്ഷയത്തിൻ്റെ അഡ്വാൻസ് ചെയ്തൊരു ക്ഷയത്തിൻ്റെ ലക്ഷണമാണ്. ട്യൂബർകുലിനം കവർ ചെയ്യുന്നൊരു ലക്ഷണം കൂടിയാണ്. This is a common feature of phthisis that tuberculin has cured, and it has been verified many times, although it is a clinical symptom. ഇത് പ്രൂവിങ്ങിൽ വന്നൊരു സിംറ്റം അല്ല, എന്നാൽ പോലും നിരവധി ഡോക്ടർമാരുടെ അനുഭവത്തിലൂടെ സാധൂകരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സിംറ്റമാണ്. ട്യൂബർകുലിനം അതിനെ ഹീൽ ചെയ്യുന്നു. ഇനി ചെസ്റ്റിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകണം. Dry hacking cough before the evening chill, and the hacking cough lasts sometimes during the chill and sometimes during the fever, but he knows the chill is coming by the cough. അപ്പോൾ ആളെ വല്ലാതെ ഇട്ടിങ്ങനെ കുലുക്കിക്കളയുന്ന ഒരു ചുമ സായാഹ്നത്തിലെ കുളിരും പനിയുടെ മുന്നോടിയായിട്ട് വരും. സായാഹ്നത്തിൽ കുളിരും പനിയും ഈ പണ്ട് പറയും രാപ്പനിയാണ് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം. രാപ്പനി ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയും. പനി എന്ന് വെച്ചാൽ കുളിരും പനിയുമാണ്, ടെമ്പറേച്ചർ അല്ലാതെ ടെമ്പറേച്ചർ അല്ല, കുളിരും പനി.
അപ്പോൾ ഈ ഹഗിങ് കോഫ് ബിഫോർ ഈവനിങ് ചില്ലിന് ഇവിടെ റസ്റ്റോക്സുമായിട്ട് കമ്പാരിസൺ പറയുന്നുണ്ട്. ബ്രാക്കറ്റിൽ റസ്റ്റോക്സ് ഉണ്ട്, റസ്റ്റോക്സിനും അത് വരുന്നുണ്ട്. ഇത് ഈവനിങ് ചില്ലിന് മുന്നോടിയാകാം, ചിലപ്പോൾ അതിനോടൊപ്പം ചില്ലിനോടൊപ്പം ഡ്യൂറിങ് ചില്ലാവാം, സംടൈംസ് ഡ്യൂറിങ് ദ ഫീവർ, പനിയോടൊപ്പം ആകാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ചുമ വന്നു കഴിഞ്ഞാൽ പിന്നാലെ കുളിരും പനിയും വരും എന്നുള്ള കാര്യത്തിൽ ആ രോഗിക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം അതൊരു കോമൺ ഫീച്ചറാണ്. അപ്പോൾ ചുമ വന്നാൽ ഉടനെ കുളിരും പനിയും വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്യൂബർക്കുലോസിൻ്റെ ഒരു സൂചനയായിട്ട് എടുക്കാം. റസ്റ്റോക്സും വരുന്നുണ്ട് ഈവനിങ് ചില്ല്, ഇതിന് മുൻപ് ചുമ. ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ക്യൂർഡ് പെർഹാപ്സ് എ നമ്പർ ഓഫ് ടൈംസ് ബൈ റെമഡീസ്. Intermittent fever has been cured a number of times by remedies well selected. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫീവറും നന്നായിട്ട് സെലക്ട് ചെയ്ത റെമഡീസിൻ്റെ പ്രയോഗത്താൽ പലതവണ സുഖപ്പെടാം. ദ ഫീവർ ഗോസ് അവേ പ്രോംപ്റ്റ്ലി അണ്ടർ ദ ആക്ഷൻ ഓഫ് ദ റെമഡി, ബട്ട് ഫ്രം സ്ലൈറ്റ് എക്സ്പോഷർ ആസ് വാസ് മെൻഷൻഡ് ഇറ്റ് കംസ് ബാക്ക് അഗെയിൻ. ഇത് ഈ ഇൻ്റർമീഡിയറ്റ് ഫീവർ അനുചിതമായ ഔഷധങ്ങൾ, കൃത്യമായി സെലക്ട് ചെയ്ത ഔഷധങ്ങൾ വെച്ചുകൊണ്ട് മാറുന്നു. അത് സാധാരണ സംഭവിക്കുന്നു. പക്ഷേ ചെറിയൊരു എക്സ്പോഷർ ഉണ്ടായാൽ മതി, ഒരു തണുപ്പടിച്ചാൽ മതി, ഒന്ന് ഈർപ്പമുള്ള കാറ്റ് തട്ടിയാൽ മതി, ആ രോഗിക്ക് വീണ്ടും പ്രശ്നം വരുന്നു. അപ്പോൾ വെൽ സെലക്റ്റഡ് എന്ന് പറയുന്ന ഔഷധങ്ങൾക്ക് എത്തിപ്പെടാനാവാത്ത ഒരു ഡെപ്തിലാണ് ഈ രോഗാവസ്ഥ കിടക്കുന്നത്. ഒരു ലേറ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥ കിടക്കുന്നത്. ആ ലേറ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥയെ പുറത്തു കൊണ്ടുവന്ന് ഹീൽ ചെയ്യാനായിട്ട് കൂടുതൽ ഡീപ്പായിട്ടുള്ള ട്യൂബർക്കുലിൻ പോലുള്ള ഔഷധങ്ങൾ വേണ്ടി വരും. ഈ ഒരു അവസ്ഥയിൽ ട്യൂബർക്കുലിനകത്ത് ഉപകരിക്കും. ഈ ഇൻ്റർമീഡിയറ്റ് ഫീവേഴ്സ് ഒരു ചെറിയൊരു എക്സ്പോഷർ കിട്ടിയാൽ പോലും വീണ്ടും വരുന്ന ഇൻ്റർമീഡിയറ്റ് ഫീവേഴ്സിൽ ട്യൂബർക്കുലിൻ ഉപകരിക്കും. നൗ അറ്റ് ദ എൻഡ് ഓഫ് 3, 4 or 5 weeks, often 2 or 3, he says, I know my old chills are coming back again because of the cough I have. 2, 3, 4 തവണ ഇതേപോലെ റിക്കറൻസ് ഉണ്ടായി കഴിയുമ്പോൾ രോഗിക്ക് നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ഇനി കുളിരും പനിയും വരുമെന്ന് പറയുന്ന പോലെ ഒരവസ്ഥയാണ്. ഒരു എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പനി വരും എന്നുള്ളൊരവസ്ഥ. ദ പ്രീവിയസ് റെമഡീസ് ഹാവ് നോട്ട് ബീൻ സക്സസ്ഫുൾ. ദേ ആർ നോട്ട് ഡീപ്പ് ഇൻ എ ആക്ടിങ്, ദേ ആർ നോട്ട് ലോങ് ഇൻ എഫക്റ്റ്. അപ്പോൾ നമ്മൾ വെൽ സെലക്ടഡ് എന്ന് പറയുന്ന ഔഷധങ്ങൾ വെൽ സെലക്ടഡ് തന്നെ ആയിരിക്കാം, വളരെ ആത്മാർത്ഥമായിട്ട് സിംറ്റംസൊക്കെ എടുത്ത് ടോട്ടാലിറ്റിയൊക്കെ നോക്കി എടുത്തതായിരിക്കാം. പക്ഷേ അത് വേണ്ടത്ര സമയം നിൽക്കുന്നില്ല, വേണ്ടത്ര തവണ അത് സക്സസ്ഫുൾ ആവുന്നില്ല. അപ്പോൾ വെൽ സെലക്റ്റഡ് അല്ലെങ്കിൽ സിംറ്റം ടോട്ടാലിറ്റി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട തത്വമാണ് ഇവിടെ കെൻഡ് വ്യക്തമാക്കുന്നത്. അവിടെ മെഡിസിൻസിൻ്റെ ഡെപ്ത് കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാധാരണ ഒരു അക്യൂട്ട് റെമഡീസിനോ അല്ലെങ്കിൽ മീഡിയം ഡ്യൂറേഷൻ അല്ലെങ്കിൽ മീഡിയം ഡെപ്തുള്ള റെമഡീസിനോ എത്തിപ്പെടാനാവാത്ത ലേറ്റൻ്റ് ആയിട്ടുള്ള ക്രോണിക് മയാസംസ് ഉള്ള അവസ്ഥകളിൽ ഉചിതമായിട്ടുള്ള ഡീപ്പ് ആക്ടിങ് റെമഡീസ് പ്രയോഗിക്കാതെ കാര്യമില്ല. അപ്പോൾ അവിടെ വെറുതെ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവിടെ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തു ഫലിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യമില്ല. അവിടെ ഡെപ്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ലേറ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥകളിൽ. അപ്പോൾ ഇത്തരം ഒരു ക്ഷയത്തിൻ്റെ പാരമ്പര്യമുള്ള, ക്ഷയത്തിൻ്റെ പശ്ചാത്തലമുള്ള അവസ്ഥകളിൽ അത്തരം അവസ്ഥകളിൽ ട്യൂബർക്കുലീനം അവിടെ ഉപകരിക്കും. When the homeopathic remedy is really and truly able to cure the diseased condition, it will hold the case so that when the symptoms come back again, the same remedy will be indicated and only changed potency perhaps will be necessary. അപ്പോൾ ഇവിടെ അതിന് മറ്റൊരു ആസ്പെക്റ്റ് പറയുകയാണ്. നന്നായിട്ട് സെലക്ട് ചെയ്ത റെമഡി അത് വേണ്ടത്ര ആക്ട് ചെയ്യുന്നില്ല, രോഗാവസ്ഥ വീണ്ടും വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്ത പൊട്ടൻസി വേണ്ടത്ര ഡെപ്തിലേക്ക് പോകുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്, ഓർഗനിലാണ് തോന്നുന്നു, എനി പൊട്ടൻസി ക്യൂവേഴ്സ് ബട്ട് ടൈം ടേക്കൺ വിൽ ബി ഡിഫറൻറ്റ്. അപ്പോൾ ഏത് പൊട്ടൻസിയും ഹീൽ ചെയ്യും, പക്ഷെ അതിനെടുക്കുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാകും. സമയത്തിന് മാത്രമല്ല,
ഡെപ്തിൻ്റെയും ഒരു ഘടകം കൂടി വരുന്നുണ്ട്. ഡെപ്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരു പൊട്ടൻസി ഡെപ്തിലേക്ക് എത്തുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ സ്റ്റേജ് പ്രയോഗിച്ച് നോക്കാവുന്നു. ആ ഹയർ സ്റ്റേജ് അതിനെ കേസിനെ ഹീൽ ചെയ്യും. പക്ഷേ അത് വേണ്ടത്ര ഡെപ്ത് ഇല്ലാത്തൊരു റെമഡിയാണെങ്കിൽ, വേണ്ടത്ര ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഇല്ലാത്തൊരു റെമഡിയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ചില അവസ്ഥകളിൽ കെൻഡനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, റസ്റ്റോക്സ് വരും. റസ്റ്റോക്സ് അത്രയ്ക്ക് ഡെപ്തിലേക്ക് പോകാത്തൊരു റെമഡിയാണ്. അതൊരു ഹയർ പൊട്ടൻസിയെ കൊടുത്തുകൊണ്ടും ഒരു പരിധിക്കപ്പുറം അതിൻ്റെ ഒരു ലേറ്റൻ കണ്ടീഷൻസിലേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഉചിതമായിട്ടുള്ള വേണ്ടത്ര ഡെപ്തുള്ള റെമഡി, വേണ്ടത്ര ഡ്യൂറേഷൻ ഓഫ് ആക്ഷനുള്ള റെമഡി, അതിൻ്റെ ഒരു പൊട്ടൻസി കൊണ്ട് ഹീൽ ചെയ്യുന്നില്ല, റിക്കറൻസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഹയർ പൊട്ടൻസിലേക്ക് പോകാം. അപ്പോൾ അതാണ് എന്നിവിടെ വിശദീകരിച്ച് പറയുന്നത്. ദ സെയിം റെമഡി ഈസ് കോൾഡ് ഫോർ, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ ട്യൂബർകുലിനം വെൻ അറ്റ് എവരി കമ്മിങ് ബാക്ക് ഓഫ് ദ കേസ് ഇറ്റ് കൗണ്ട്സ് ഓഫ് എ ന്യൂ റെമഡി. എന്നാൽ ഓരോ റിക്കറൻസിലും, ഇത്തരം ഇൻറ്റർമിറ്റന്റ് ഫീവറിൻ്റെ ഓരോ റിക്കറൻസിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത റെമഡികളാണെങ്കിൽ, ഒരേ റെമഡിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയർ പൊട്ടൻസിയെക്കുറിച്ച് ചിന്തിക്കാം, ഒരു വെൽ ഡ്യൂറേഷനുള്ളൊരു ഔഷധമാണെങ്കിൽ നെക്സ്റ്റ് പൊട്ടൻസിയെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ ഓരോ തവണയും മരുന്ന് മാറി മാറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്യൂബർകുലിനത്തിൻ്റെ വ്യക്തമായിട്ടൊരു സൂചനയാണ്. കൽക്കേറിയ ബ്രേക്സ് അപ്പ് ദ കേസ് വൺസ് ആൻഡ് ദ നെക്സ്റ്റ് ടൈം ഇറ്റ് കംസ് ബാക്ക് ഇറ്റ് കാൾസ് ഫോർ സംതിങ് എൽസ് ആൻഡ് ദ നെക്സ്റ്റ് ടൈം ഫോർ സംതിങ് എൽസ് ആൻഡ് ഇറ്റ് കീപ്സ് ടേണിങ് അറൗണ്ട്. അപ്പോൾ കൽക്കേറിയ നേരത്തെ പറഞ്ഞു, കൽക്കേറിയ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നുണ്ട്. കൽക്കേറിയ കേസിനെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുന്നിരിക്കും, പക്ഷേ പ്രശ്നം വീണ്ടും ആവർത്തിക്കുന്നു. Perhaps a number of times it calls for the same remedies again, changing about. That very changing and unsatisfied symptom image is a strong indication for this medicine. ഇതേപോലെ റെമഡീസ് മാറ്റേണ്ടി വരുന്നു. ഒരു റെമഡി കൽക്കേറിയ പോലെ റെമഡി കേസ് ബ്രേക്ക് ചെയ്യുന്നു, പക്ഷേ വീണ്ടും ആവശ്യമായിട്ട് വരുന്നു. അത്തരം അവസ്ഥകളിൽ ട്യൂബർകുലിനം വളരെ പ്രാധാന്യത്തോടെ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ട്യൂബർകുലിനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട റിക്കറൻസിൽ വരുന്നൊരു സൂചനയെക്കുറിച്ച് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി. ട്യൂബർകുലിനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.